സ്റ്റൗ ടോപ്പ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡൽഹിയിലുള്ള റെഡ് ഫോർട്ടിലാണ് വന്നിരിക്കുന്നത്. 17-ാം നൂറ്റാണ്ടിലെ മുഗൾ ഭരണാധികാരിയായ ഷാജഹാൻ പണികഴിപ്പിച്ച കോട്ടയാണ് ഈ ചെങ്കോട്ട. ആ കാലത്ത് മുഗൾ ഭരണാധികാരികൾ ഇവിടെ തന്നെയാണ് താമസിച്ചിരുന്നത്. 2007 യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിലും ഇടം പിടിച്ചിട്ടുണ്ട് നമ്മുടെ റെഡ് ഫോർട്ട്. റെഡ് സ്റ്റോൺസ് ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. 2 കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത്. 1947 ആഗസ്റ്റ് 15 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ അന്ന് മുതൽ തന്നെ പ്രധാനമന്ത്രി ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് ചെങ്കോട്ടയിലാണ്. ഇതാണ് പ്രധാനപ്പെട്ട കവാടമായ ലാഹോറി ഗേറ്റ്. റെഡ് ഫോർട്ടിന് 2 പ്രധാന കവാടങ്ങളാണുള്ളത്. പടിഞ്ഞാറ് വശത്ത് ലാഹോറി ഗേറ്റും തെക്ക് വശത്ത് ഡൽഹി ഗേറ്റും എന്നിങ്ങനെയാണ്. ഈ ലാഹോറി ഗേറ്റ് ആണ് ഇതിൻ്റെ പ്രധാന കവാടം. ഈ ലാഹോറി ഗേറ്റ് കടന്ന് നമ്മൾ നേരെ ചെന്നെത്തുന്നത് ചത്ത ചൗക്കിലേക്കാണ്. ചത്ത ചൗക്ക് എന്നാണ് ഇതിൻ്റെ പേര്. ഇതൊരു മാർക്കറ്റാണ്. പണ്ട് രാജാവിൻ്റെ ഭരണകാലത്ത് രാജാവിനും രാജകുടുംബത്തിനും വേണ്ട ആഡംബര വസ്തുക്കളാണ് ഇവിടെ വിൽപ്പന നടത്തിയിരുന്നത്. ഇതിന് ഇരുവശത്തായിട്ട് 32 വീത ഷോപ്പുകളുണ്ട്. ഇതിൻ്റെ മേൽക്കൂരൊക്കെ കാണാൻ നല്ല മനോഹരമായിട്ടുണ്ട്. ഇവിടുന്ന് പർച്ചേസ് ചെയ്യാൻ നിന്നാൽ കുറച്ച് റേറ്റ് കൂടുതലാണ്. കൂടുതൽ ഫോറിനേഴ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് അവിടെ ഭയങ്കര റേറ്റാണ് അവർ വാങ്ങിക്കുന്നത്. ചത്ത ചൗക്ക് എന്നതിൻ്റെ അർത്ഥം മേൽക്കൂരയുള്ള മാർക്കറ്റ് എന്നാണ്. പണ്ട് ഇന്ത്യയിൽ മേൽക്കൂരയുള്ള മാർക്കറ്റുകളൊന്നും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. ഇത് ഇവിടുത്തെ ഒരു മ്യൂസിയമാണ്. ഇതിൽ കുറച്ച് കാഴ്ചകളൊക്കെ കാണാനുണ്ട്. അപ്പം നമ്മളവിടെയും കയറി. ഇതിൽ ഓരോ വർഷങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് ഇന്ത്യൻ്റെ മാപ്പിൽ. അത് നീക്കി നോക്കുമ്പോൾ ആ വർഷത്തിൽ സംഭവിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ അതിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. മുഗൾ സാമ്രാജ്യത്തിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത്. ഇത് റെഡ് ഫോർട്ടിൻ്റെ ഒരു ഇതാണ്. നമ്മൾ ഇത് പസിൽസ് ചെയ്യില്ലേ, അതുപോലെ ഈ റെഡ് സ്റ്റോൺസ് വെച്ചിട്ട് നമുക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാം.
ഇത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇത് ഫുള്ള് ഗ്ലാസ് ആണ്. ഈ ഇതിലൂടെ വഴിയുണ്ട്, അതിലൂടെ നമ്മൾ കടന്നു പോകണം. നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല, നമ്മൾ എവിടെ നോക്കിയാലും നമ്മളെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഫുൾ ലൈറ്റൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതിൻ്റെ മുകളിലും ഒക്കെ ഗ്ലാസ്സാണ്. ഇത് വന്നിട്ട് മ്യൂസിക് ഇൻസ്ട്രുമെൻസിൻ്റെതാണ്. നമ്മൾ ആ കാണുന്ന ഇൻസ്ട്രുമെൻസിൻ്റെ പിക്ചറിൽ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ സൗണ്ട് അവിടെ വരും. ഈ കാണുന്നതാണ് ദിവാനി ആം എന്ന് പറയുന്നത്. ഇവിടെയാണ് പണ്ട് രാജാവിനെ കാണാൻ വരുന്ന സാധാരണക്കാരായ മനുഷ്യരുടെ പ്രശ്നങ്ങളൊക്കെ രാജാവ് കേട്ടിരുന്നത് അവിടെ ഇരുന്നിട്ടാണ്. ഈ ഗ്ലാസ്സിനുള്ളിൽ കാണുന്ന ആ വൈറ്റ് സ്റ്റോൺസിലുള്ള അതാണ് അന്ന് രാജാവിരുന്ന സിംഹാസനം. ഇതാണ് അന്ന് രാജാവിരുന്ന സിംഹാസനം. ഈ കാണുന്നതൊക്കെ വൈറ്റ് മാർബിൾ കൊണ്ട് പണിതാണ്. ഈ കാണുന്നതാണ് ദിവാനി ഖാസ്. ഇത് രാജാവിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള കൂടിക്കാഴ്ചകൾ നടത്തുന്ന സ്ഥലമാണ്. അതായത് മറ്റു രാജാക്കന്മാരൊക്കെ വരുന്ന സമയത്ത് രാജാവുമായിട്ടുള്ള കൂടിക്കാഴ്ചകളൊക്കെ നടത്തിയിരുന്നത് ഇവിടെ വെച്ചിട്ടാണ്. ഈ കാണുന്നതാണ് മോത്തി മസ്ജിദ്. ഇത് ഔറംഗസേബ് നിർമ്മിച്ചതാണ്. ഇത് ചത്ത ചൗക്കിൽ ഞങ്ങൾ വരുമ്പം കയറിയിട്ടുണ്ടായിരുന്നു. അന്നിപ്പോൾ എടുത്ത ചെറിയ വീഡിയോസാണ്. നല്ല ഭംഗിയുള്ള കുറേ വെറൈറ്റി സാധനങ്ങളൊക്കെ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഇറങ്ങുമ്പോഴേക്കും അവിടെ ലൈറ്റൊക്കെ ഇട്ട്, ഈ ലൈറ്റിൽ കാണാൻ നല്ല ഭംഗിയുണ്ട്. നമ്മൾ പകൽ വെളിച്ചത്ത് കാണുന്നതിനേക്കാളും സൂപ്പറാണ് ഈ കുറച്ച് രാത്രിയായപ്പോൾ ഈ ലൈറ്റൊക്കെ ഇട്ട സമയം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്ക് ബൈ.